ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം വെള്ളമുള്ള കാരണം വഴുക്കില് കയറണൊക്കെ കുറച്ച് മീനുകൾ ക്ഷീണമായിട്ടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ തീറ്റ വളരെ കുറവാണ് ഇപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏകദേശം 1.5 മാസം തീറ്റ കൊടുത്തിട്ട് നല്ല വഴുക്കിലായിരിക്കും കേട്ടോ. വീഴാൻ നല്ല ചാൻസ് കൂടുതല. വഴുക്കിലുണ്ട് കേട്ടാ, തലകുത്തി വീഴാൻ സാധ്യത കൂടുതല. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കൊണ്ടുവരാട്ടാ. സഹോദരിച്ച് ഞാൻ വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ നിങ്ങള്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കുളത്തിൽ നിന്ന് ഒരു 10-60-70 കിലോ മീനെ പിടിച്ചിട്ട് നാളെ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കാൻ പോകണം. അപ്പോൾ മീനെ പിടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്, മിന്നൂസ് നിൽക്കുന്ന ഇവിടെ. അപ്പോൾ കൂട്ടുകാരനും ഞാനും കൂടിയാണ് മീനെ പിടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ആ വീഡിയോസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ പിന്നെ നമ്മളെ കുഞ്ഞ് മോട്ടർ വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ വയ്ക്കണത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വെള്ളം കുറച്ച് അടിച്ച് വറ്റിച്ചിട്ടുണ്ട്. വറ്റിയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അധികം വറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ടാർപ്പായി പൊന്തും അടിയിൽ നിന്ന് ഊറ് വരണ കാരണം, പാട സൈഡായ കാരണം. അപ്പോൾ നമ്മൾ കുറച്ച് അടിച്ച് വറ്റിച്ചിട്ട് പിന്നെ നമ്മൾക്ക് കൊതുവല വാങ്ങിയിട്ട് അതുകൊണ്ട് നമുക്ക് പിടിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ പടുതവളായ കാരണം സുഖമായിട്ട് പിടിക്കാം. അപ്പോൾ നമുക്ക് ആ വീഡിയോസിലേക്ക് കിടക്കാട്ടെ. നീ നമുക്ക് ഇത് കുറച്ച് വേണം നമുക്ക് നിർത്താം. നിർത്തിയിട്ട് നമുക്ക് ഇതിനെ ബാക്കിയുള്ള മീനുകളൊക്കെ പിടിക്കണമെങ്കിൽ കൊണ്ടുവരാം. കാരണം നമ്മൾ 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കൊതുവല എടുത്തിട്ടുണ്ട്. നമ്മൾ കൊതുവലയിലാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകണം കേട്ടോ. വേറെ വലയൊന്നുമില്ല. ഈ കൊതുവല വെച്ചിട്ട് ഞാനും നമ്മുടെ കൂട്ടുകാരും കൂടിയിട്ട് കോരാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ഇനി കോരാൻ നോക്കാം. നമുക്ക് ഈ സമയം കളയുന്നില്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കുളത്തിലേക്ക് ഇറങ്ങണത്. കുറേ നാളായി വെള്ളം വറ്റിച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ. പിന്നെ ഒരു 1.5 മാസമായി തീറ്റി കൊടുത്തിട്ട് മീനൊക്കെ ക്ഷീണിച്ചിട്ടാണ് ശരിക്കും. നല്ല വഴുക്കിലായിരിക്കും കേട്ടോ. വീഴാൻ നല്ല ചാൻസ് കൂടുതല. വഴുക്കിലുണ്ട് കേട്ടോ, തലകുത്തി വീഴാൻ സാധ്യത കൂടുതല. ഇതാണ് വെള്ളത്തിൻ്റെ അടിയിൽ വെക്കാനുള്ള മോട്ടർ കേട്ടോ. ഇത് വെള്ളത്തിൻ്റെ അടിയിൽ വർക്ക് ചെയ്യണതാണ്. ഇത് 5 മീറ്റർ ഹൈറ്റിൽ വരെ വെള്ളം ചാടും. അതിന് കൂടുതലായി കഴിഞ്ഞാൽ വെള്ളം ചാടില്ല കേട്ടോ. ഒരു മണിക്കൂറിനൊരു 5000-6000 ലിറ്റർ വലിച്ചെടുക്കും. ഇത് നമുക്ക് പുറത്തേക്ക് വയ്ക്കാം. ആർപ്പായ വണ്ടി കാരണം എടുക്കാൻ ബുദ്ധിമുട്ടി. എന്റെ ചെരുപ്പ് ഒലിക്കാൻ തുടങ്ങിട്ടാ. ഏത് മൂലയ്ക്ക് തന്നെ ചെരുപ്പ് ഇങ്ങടെ നീക്കിട്ട് തരുമോ മാമ? ചെരുപ്പ് ഇങ്ങടെ നീക്കി. എന്റെ ചെരുപ്പ് കയറോ? എന്റെ ചെരുപ്പ് ഞാൻ മാത്രം രക്ഷിക്കാനുള്ള. ചെരുപ്പ് പെടുത്തരാടി. ഈ ചെറുതുകളാണ്. പക്ഷെ നമുക്ക് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം വെള്ളമുള്ള കാരണം വഴുക്കില് കയറണൊക്കെ. അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ചെറുമീനുകളായിരിക്കും ഏറ്റവും കൂടുതൽ. ചെറുമീനുകളായിരിക്കും ഏറ്റവും കൂടുതൽ. വലുതൊക്കെ അടിയോളം പോകും. എന്നാലും നമുക്കിത്
പിടിച്ചിട്ടായി കുഞ്ഞിതിന്റെ തലയിലൊക്കെ പറഞ്ഞു. കുറച്ച് മീനുകൾ ക്ഷീണമായിട്ടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ തീറ്റ വളരെ കുറവാണ് ഇപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 മാസം തീറ്റ കൊടുത്തിട്ട്. അതാണ് ഈ വ്യത്യാസം. കാരണം വെച്ച് കഴിഞ്ഞാൽ മീറ്റ് ക്ഷീണമായി, പിന്നെ വലിപ്പക്കുറവ്. പിടിക്കാൻ പറ്റുന്ന ഇതൊക്കെ പോവാ. പാവല്ല പണ്ടക്കന തലയം പിടിക്കും. തലയം തലയമഞ്ഞ് പിടിക്കുക. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കൊണ്ടുവരാട്ടാ. രണ്ടെണ്ണം ഇടുന്നിട്ട് ചെരിഞ്ഞിടാൻ വേഗം ഇങ്ങനെ ആക്കിയാൽ പോരാ. അപ്പൊ കയറി പുള്ളി അച്ഛടെ ഒക്കെ സോറി ട്ടോ, നീ ചത്തോ? തലടിക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോ പതിയെ വന്നിട്ട് ചാവണോട്ടെ. തല താഴ്ത്തി അപ്പിടിച്ചിട്ടേ അപ്പിടിച്ചിടാനുള്ളൂ. ഭയങ്കര ചാട്ടക്കാര്. എനിക്ക് തലവലിപ്പില്ല. തലവലിപ്പം കൂടി ടോട്ടല് ചേർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ വന്ന് കാണില്ലേ. മത്സരല്ല അവിടെ കച്ചവടം. ഇതിലെന്താ സംഭവം അറിയോ? നിങ്ങളുണ്ടാൾക്ക് തല അല്ല തലയുടെ വലിപ്പം കുറവാ. ഞാൻ പിടിച്ചിട്ട് അതാണ് ചാടും. കുഞ്ഞിനെ കൊണ്ടുപോവാൻ കൊണ്ടുപോ. തലയെടുത്ത് വീടൊന്ന് പേടിയാ. ഇല്ല നീ കൊണ്ടുപോ. നന്നായത് കുറച്ച് ആൾക്കാർ വലയിക്കുക. പറഞ്ഞല്ലോ പിന്നെ ചെറുതാ ചെറുതാവെന്ന് പറഞ്ഞില്ലേ. കഴിച്ചില്ല. പക്ഷെ ഒരു വാഴ തുറന്ന് ഇപ്പൊ അച്ഛാ 5 മണി ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പോവാ. അതോടല്ലോ അങ്ങനെ കൊണ്ടായി ചെരിഞ്ഞാ ചെയ്യാൻ പറ്റും. ഞാൻ ഇടക്ക് മീൻ പൊരിച്ചേ. നീ എങ്ങനെയാ വീണത്? നിന്നിട്ട് വലിപ്പില്ലേ ട്രിപ്പ്? അതെ കയ്യിൽ വിളിച്ചിട്ട് കൈ നട്ട് വീണ ചവിട്ടല്ലോ. ഒരെണ്ണം ചാടിപ്പോയിട്ടുള്ളതായിരുന്നു. വഴുക്കവരും പിടിക്കുമ്പോ വലുതാണ് എന്റെ ചാടി പോണ. എപ്പോഴും വലുതാ. കുഞ്ഞിത് നമുക്ക് കിടന്നിട്ട് വായിക്കണം പോയി. നല്ല മധുരം വൈറ്റമിൻ എ. ഫുള്ളായിട്ട് എത്തിച്ചിട്ട് നോക്കാം.
ഈ പ്രാവശ്യം ഫിഷറീസിന് മീൻ ഇടുന്നെങ്കിൽ തന്നെ മാർച്ച് അപ്പോൾ ഫുള്ളും വെള്ളം വറ്റിച്ച് കൊടുക്കേ. മാർച്ച് ഏപ്രിൽ അതിൽ പിടിക്കും. നമ്മുടെ മിന്നൂസാണ് കേട്ടോ മീനൊക്കെ പിടിച്ചിരുന്ന ആള്. ഞങ്ങൾ പിടിച്ചു കൊടുക്കാം. ആള് ഡ്രമ്മിൽ കയറ്റിയിടാം. ഇതാണ്. പക്ഷേ അത്ര വലിപ്പമൊന്നുമില്ല കേട്ടോ മീനുകൾ. ഒരു ആവറേജ് ഒരു 200, 250, 300. ചിലത് മാത്രം അരക്കിലോ. ആ ചിലത് ഇതിൻ്റെ ഉള്ളിൽ നോക്കട്ടെ. അയ്യോ ഇതിലൊന്നും കാണാൻ ചേട്ടാ. കാണാൻ വേറെ ഒന്നല്ല. മീനും ബ്ലാക്ക്, വെള്ളം ബ്ലാക്കായി. ആ ചെറിയ മീനുകളാറ്റം ഇതൊക്കെ ഉണ്ട് കേട്ടോ. വലുതുണ്ട് അത്യാവശ്യം. ഏകദേശം 2 ഭയങ്കര ചാട്ടം. നിലത്ത് വീഴാണ്ട് പിടിച്ചിട്ടുള്ളൂ കേട്ടോ. ചാവും തലടിച്ച ചാവും കേട്ടോ. അപ്പോൾ ഒക്കെ ചെറുതാ. കിട്ടണ കാശ് മതി ചെറിയ മീനുകളെ. കാരണം തീറ്റ കുറച്ച് നാളായി കൊടുത്തിട്ട് ബഡ്ജറ്റ് ഭയങ്കര തീറ്റയ്ക്കൊക്കെ ഭയങ്കര റേറ്റായി. അപ്പോൾ നമ്മൾ പിന്നെ തീറ്റ കുറച്ച് നിർത്തി. നമുക്ക് വില അതിനുള്ള കിട്ടണല്ലേ തീറ്റ കൊടുക്കാനനുസരിച്ച്. ചെറിയ ചെറിയ മീനുകളായിരിക്കും. കുറേ മീനുകളുടെ എല്ല് കിടക്കുന്നുണ്ട് അവിടെ. ഈ പായലാണ് കേട്ടോ നമ്മുടെ കുളത്തിലുണ്ടായിരുന്നത്. നമ്മുടെ കൂട്ടുകാരൻ വാരിക്കൊണ്ടിരിക്കണ്. സംഭവത്തോടെ നല്ല രസമുണ്ട് കേട്ടാ. നോക്കിയേ കുഞ്ഞു കുട്ടികൾക്ക് രസമുണ്ട് കേട്ടാ ഈ പായൽ തൊടാൻ. അടിപൊളി. ഇത് വല്ല അസുഖം വരുമെന്ന് അറിയില്ല. അസുഖം വരില്ല തോന്നുന്നു. കാരണം മീനുകൾ കിടക്കണ കുളത്തിൽ ചൈനക്കാരൊക്കെ തിന്നൊക്കെയായിട്ട് പറയണേ. അടിപൊളിയായിട്ടില്ലേ. അപ്പം ഞങ്ങളങ്ങനെ കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീറ്റ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മീനുകൾ വലിയ വലുപ്പമൊന്നും പറയാനില്ല. ചിലതൊക്കെ ഒരു 1 കിലോ, കുറച്ച് 1/2 കിലോ, പിന്നെ ഏറ്റവും കൂടുതൽ ഒരു 200, 150, 300 ഗ്രാം ആ റേഞ്ചിലുള്ളതാണ്. കാരണം തീറ്റ കുറച്ച് കൊടുക്കണ്ടായിരുന്നു. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് വളർത്തി അത്ര തീറ്റ കൊടുക്കണ്ടായിരുന്നില്ല. വേറെ ഒന്നല്ല, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം സബ്സിഡി തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സബ്സിഡി തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം സബ്സിഡിക്ക് എഴുതി കൊടുത്തു. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ വാങ്ങാനുള്ള പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ പണി കുറവ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് സബ്സിഡി ഇട്ട് കഴിഞ്ഞാൽ സബ്സിഡി കാശ് കൊണ്ടാണ് നമ്മൾ തീറ്റ വാങ്ങിയിടാറ്. പക്ഷേ ഈ പ്രാവശ്യം സബ്സിഡി ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടുമെന്ന് പറഞ്ഞു. എന്നാന്ന് കിട്ടാമെന്ന് അറിയില്ല. ഡേറ്റൊക്കെ കഴിഞ്ഞ് കുറേ ഇതിന്ന് ഉപ്പാടൊക്കെ കയറാറുണ്ട് നമുക്ക്. അപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ കാരണം കുറയ്ക്കാന്ന് പറഞ്ഞാൽ വാങ്ങാൻ പൈസ ഇല്ലാതെ കാരണം പിന്നെ കുറച്ച് കൊടുത്തില്ല. അപ്പോൾ മീനുകൾ ക്ഷീണിച്ചു, പിന്നെ വെയിറ്റ് കുറഞ്ഞു. അങ്ങനെ കുറേ കേസുകളുണ്ട്. ഒരു 1-2 മാസമായിട്ട് അതിൻ്റെ തീറ്റ കൊടുത്തിട്ട് ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ കാവടി സീസണുള്ള സമയത്താണ് മര്യാദയ്ക്ക് തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കാവടിയുടെ പരിപാടി കഴിയുമ്പോൾ നമ്മൾ അപ്പോൾ പൈസ വരുമ്പോൾ അപ്പോൾ കുറച്ച് തീറ്റ വാങ്ങും. അങ്ങനെയാണ് ചെയ്യണ്ടായിരുന്നത്. സീസൺ കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാനൊക്കെ കറക്റ്റ് പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ മീൻ കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന കാശ് അത് കിട്ടണത് മതി. അപ്പോൾ നമ്മൾ അതിനുള്ള തീറ്റ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു സംഭവമാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അങ്ങനെയാണ് മീൻപിടുത്തം ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70 കിലോ മതി. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ അവസാനിപ്പിച്ചു. ഇനി വെള്ളം ഒക്കെ അടിച്ച് നമുക്ക് സെറ്റാക്കാം. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീനൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ പതയിൻ്റെ അപ്പോൾ ആ പത കളഞ്ഞിട്ട് പുതിയ വെള്ളം അടിച്ച് കയറ്റടാ. അതിരിക്കും ഇപ്പോൾ ഇത് പൂപ്പല്ലിൽ കളിയാണ്. എന്തെങ്കിലും അസുഖം വരാമോ കണ്ടായി വെള്ളത്തിൽ കിടക്കണതാ. അതിനാണ് കളി. അപ്പോൾ നമുക്ക് വെള്ളം അടിച്ച് കയറ്റാട്ടോ അതിന്. അപ്പോൾ നമ്മളൊരു 60-70 കിലോ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ തൂക്കം നോക്കിയില്ല ഏകദേശം. അപ്പോൾ നമ്മൾ നാളേക്ക് അത് മതി. നാളെ വിറ്റ് കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച ബാക്കിയുള്ള പിടിക്കാം. കഴിഞ്ഞില്ലെങ്കിൽ തിങ്കളാഴ്ച ഇതുകൊണ്ട് വിൽക്കാം. അപ്പോൾ നമുക്ക് വെള്ളം മാറ്റാട്ടോ അതിൽ. നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ നമ്മൾ മുന്നേ വെള്ളം നിറച്ചിട്ടുണ്ടായില്ല. ആ വെള്ളമൊക്കെ നമുക്ക് ചെരിച്ച് കളയണം. കാരണം എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ആകെ പതയിൻ്റെ കുറ്റുള്ള കൊഴുപ്പൊക്കെ ആയിട്ട് അത് ചെരിച്ച് കളഞ്ഞിട്ട് നമുക്ക് വേറെ അതുപോലാണ്ട് വൈകുന്നേരം വീണ്ടും ആ പതകളായിരിക്കും. എന്നിട്ട് വീണ്ടും വെള്ളം അടിക്കാറുണ്ട്. ഇങ്ങനെ നാളെ കൊണ്ടുപോകാം.
ചെറിയ മീനുകള് ചടിച്ചു കുഴപ്പമില്ലാണ്ടൊക്കെ വെയിറ്റുണ്ടാ. ഞങ്ങളുടെ ഈ വീഡിയോ അവസാനിപ്പിക്കാറായിട്ടാ. ഈ വെള്ളം നിറച്ച് കുറച്ച് കഴിഞ്ഞാൽ പത കളഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അവസാനിപ്പിക്കാറായി. ഏയ് നാളെ കാലത്ത് നമ്മൾ മാർക്കറ്റിൻ്റെ വീഡിയോ വേറെ കിട്ടാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ മക്കാട്ടാ. ഈ മിന്നിന് വേണ്ടി ലൈക്ക് കൂടുതൽ കൊടുത്തോട്ടാ. ഇത് കുറേ പണിയെടുക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം മീൻ പിടിക്കുമ്പോൾ അധികം പണിയെടുത്തില്ലേ നോക്കി വെച്ചാൽ. അപ്പോൾ ശരി കേട്ടാ.